നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം തകർത്ത് CPM പ്രവർത്തകർ. ഇഷ്ടികയും മറ്റും എറിഞ്ഞ് കാറിന്റെ 4 വശത്തെയും ഗ്ലാസുകൾ പൊട്ടിച്ചു. അസഭ്യവർഷം നടത്തിയ പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിക്കാനും ശ്രമിച്ചു. കാറിനുള്ളിലിരുന്ന ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റതായി സൂചനയുണ്ട്. പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലും മറ്റിടങ്ങളിലും നടക്കുന്ന റെയ്ഡിൽ പ്രതികരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ED റെയ്ഡുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ആഭ്യന്തര വകുപ്പിന് ലഭിച്ചില്ല, ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയുമായി റെയ്ഡിന് ബന്ധമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് ED റെയ്ഡിന്റെ ലക്ഷ്യമെന്നും പിണറായിയെയും CPM-നെയും അങ്ങനെ ദുർബലപ്പെടുത്താനാകില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡിൽ പ്രതിഷേധവുമായി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെയുള്ള ED റെയ്ഡുകളെ ശക്തമായി അപലപിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനും ഒതുക്കാനും കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്ന പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ഇത് ജനാധിപത്യപരമായ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ നടക്കുന്ന ED റെയ്ഡ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മുൻ മന്ത്രി P. രാജീവ്. എന്തുകൊണ്ട് പിണറായിയെ ED ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി നിരന്തരം ചോദിക്കാറുണ്ട്. ഇത് രാഷ്ട്രീയ വേട്ടയാണെന്നും രാജീവ് എറണാകുളത്ത് നടന്ന പ്രതിഷേധ മാർച്ചിൽ പറഞ്ഞു. CMDRL MD ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലും CMRLന്റെ ഓഫീസിലും ED റെയ്ഡ് തുടരുന്നു. രാവിലെ 6 മുതലാണ് ആലുവയിലെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് ആരംഭിച്ചത്. കർത്തയുടെ ആലുവയിലെ ശ്രീവത്സം എന്ന വീട്ടിൽ 2 വർഷം മുൻപും EDയുടെ പരിശോധന നടന്നിരുന്നു. 16ാം കേരള നിയമസഭയിലെ BJP സാമാജികരുടെ അധ്യക്ഷനായി BP ഗോപകുമാറിനെ തെരഞ്ഞെടുത്തു. നേമത്ത് നിന്ന് ജയിച്ച സംസ്ഥാന BJP അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ച മുൻ കേന്ദ്രമന്ത്രി കൂടിയായ V. മുരളീധരൻ, ചാത്തന്നൂരിൽ നിന്ന് ജയിച്ച BP ഗോപകുമാർ എന്നീ 3 പേരാണ് BJP MLA-മാർ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെക്കുമെന്ന് റിപ്പോർട്ട്. വ്യാഴാഴ്ച രാജി നൽകുമെന്നാണ് സൂചന. എന്നാൽ നേതൃമാറ്റം എന്നത് വെറും അഭ്യൂഹം മാത്രമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ചൊവ്വാഴ്ച സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുമായി കോൺഗ്രസ് നേതൃത്വം മണിക്കൂറുകളോളം ചർച്ച നടത്തിയിരുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലടക്കമുള്ള 12 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡിനെതിരെ മുഹമ്മദ് റിയാസ് MLA ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു റിയാസിന്റെ പ്രതികരണം. വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുൻപിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും. ഇങ്ങനെയായിരുന്നു റിയാസിന്റെ പോസ്റ്റ്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.